വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് ക്യാമ്പിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച വോട്ട് ചോർച്ച, ഒപ്പം തന്നെ ബിജെപിയുമായുള്ള നീക്കുപോക്കും സമ്മേളനത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതേസമയം AICC KPCC മാനദണ്ഡങ്ങൾ ലംഘിച്ച് തന്നെ ചെയർപേഴ്സൺ ആക്കുന്നതിൽ നിന്നും തള്ളിയെന്ന ദീപ്തി മേരി വർഗീസ് യോഗത്തിൽ പറഞ്ഞു. വിമർശനങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് പ്രതിനിധികൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തി. ജോഷില ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് ജോഷില, എന്തായാലും ഈ ക്യാമ്പിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ വലിയ രീതിയിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മറ്റത്തൂരിലെ കൂറുമാറ്റമൊക്കെയാണ്, BJPയുമായുള്ള കൈകോർക്കലൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് VD സതീശൻ പറയുന്നുണ്ട് അത്തരത്തിലൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും സാധാരണക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഈ ക്യാമ്പിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നത്, അല്ലേ? തീർച്ചയായും ഭദ്ര, പുനർജനി വലിയ വിഷയമായി. അത് തെരഞ്ഞെടുപ്പിൽ ശോഭ കെടുത്തുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നം ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ മുതൽ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഈ ലക്ഷ്യ ലീഡേഴ്സ് സമ്മിറ്റ് പോലും അതിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന വിധത്തിലായിരുന്നു ആ വാർത്തകൾ പുറത്തു വന്നത് എന്നുള്ളത് വലിയ പ്രശ്നമായി തന്നെ ഈ ഒരു ലീഡേഴ്സ് ക്യാമ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ മുതൽ എല്ലാവരും വലിയ പ്രതിസന്ധിയിലായിരുന്നു. എങ്ങനെയാണ് ഇതിന് പ്രതികരിക്കേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നൊക്കെ പറഞ്ഞാണ് സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ഈ പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. എന്തായാലും മറ്റുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഇപ്പോഴും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇവർ ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്യ ലീഡേഴ്സ് ക്യാമ്പിന്റെ പ്രധാന സൂത്രധാരൻ പോലും VD സതീശനായിരുന്നു. കാരണം മിഷൻ 26 അത് അവതരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു. VD സതീശൻ പൊതുവെ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിനെ ആകെ തന്നെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു വിഷയം, ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ രൂക്ഷമായ വിമർശനം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ രാവിലെ KC വേണുഗോപാൽ ലീഡേഴ്സ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായ വിമർശനങ്ങളൊന്നും തന്നെ പാടില്ല. മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ കൊടുക്കുന്നത് 2 ദിവസത്തെ ക്യാമ്പിന് ശേഷം വലിയ പോരിലേക്ക് നീങ്ങും എന്നാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ വിമർശനങ്ങളൊക്കെ തന്നെ ഒഴിവാക്കണം. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലാണ് KC വേണുഗോപാൽ ഇന്നലെ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. തിരിച്ചടി മാത്രമല്ല, ഒരു മറുപടി എന്നുള്ള രൂപത്തിൽ തന്നെയാണ് KC വേണുഗോപാൽ ഇന്നലെ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ജൻസി സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജൻസി സ്ഥാനാർത്ഥികൾ തോൽക്കുന്ന ഇടത്ത് പോലും ജൻസി സ്ഥാനാർത്ഥികളെ തങ്ങൾ വെച്ചിട്ടുണ്ട്. അത്തരമൊരു രീതിയിലേക്കാവും കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് KC വേണുഗോപാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ തന്നെ മുതിർന്ന നേതാക്കൾക്കുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ്. മാത്രമല്ല, K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ വട്ടിയൂർക്കാവിൽ ഈ ഒരു സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അത് വലിയ തിരിച്ചടിയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്ന മേഖലാതല ചർച്ചയിൽ ഈ പോര് ഒന്നും ഇല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ പോലും വലിയ വിമർശനങ്ങളാണ്, വലിയ പോരിലേക്ക് തന്നെയാണ് ഇന്നലെ നടന്ന മേഖലാതല ചർച്ചകൾ നീങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശശി തരൂരിനെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് ഇന്നലെ K മുരളീധരൻ അവിടെ പ്രതികരിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം പുറത്ത് നേതാക്കളൊന്നും തന്നെ പൊതു ഇടങ്ങളിൽ പ്രതികരിക്കരുത്, മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായം ശശി തരൂർ വെച്ചപ്പോൾ പൊതുജനങ്ങളെ ചിരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയത് ശശി തരൂരാണ് എന്നുള്ള രീതിയിൽ, അത് നിർത്തേണ്ടത് ശശി തരൂരാണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു K മുരളീധരന്റെ മറുപടി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശശി തരൂരും K മുരളീധരനും തമ്മിൽ ഇന്നലെ ഏറ്റുമുട്ടി എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതുപോലെ തന്നെയാണ് ദീപ്തി മേരി വർഗീസിന്റെ കാര്യം. ദീപ്തി മേരി വർഗീസിനെ കൊച്ചി കോർപ്പറേഷൻ മേയർ ആക്കുന്നതിൽ നിന്നും തള്ളിയത് വലിയ വിഷയമായി കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു. അത് എങ്ങനെയാണ് വ്യക്തിപരമായ സ്വാധീനം
അത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് പോലും ഒരു നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത് AICC KPCC മാനദണ്ഡങ്ങളൊക്കെ തന്നെ ലംഘിച്ചാണ് തന്നെ ഈ ഒരു കൊച്ചി കോർപ്പറേഷൻ മേയറാക്കുന്നതിൽ നിന്ന് തള്ളിയത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഇന്നലെ ദീപ്തി മേരി വർഗീസ് ചർച്ചയിൽ പങ്കുവെച്ചത് എന്നുള്ള കാര്യവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനുള്ളിൽ നടക്കുന്നത്, സമ്മിറ്റിനുള്ളിൽ നടക്കുന്നത് രൂക്ഷമായ പ്രശ്നങ്ങൾ തന്നെയാണ്, തമ്മിലടിയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് പോര് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പോലും ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയൊരു പോര് പുറത്തു വരരുത് എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നലെ രാവിലെ താക്കീതുമായി KC വേണുഗോപാൽ എത്തിയിട്ടുള്ളത്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചതുപോലും വലിയ വിമർശനമായി നിലനിൽക്കുന്നുണ്ട്. കാരണം അത് അഥവാ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി തുടങ്ങിയത് എന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ വലിയ വിമർശനം നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. അണികൾക്കിടയിൽ പിന്നെ അതിനെക്കുറിച്ച് പറയാനില്ല. കാരണം KC വേണുഗോപാൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. ഇതിനു മുൻപ് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ദേശീയ രാഷ്ട്രീയം മതിയാക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനും സ്ഥാനാർത്ഥിത്വ മോഹവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വലിയ അടിയായി അല്ലെങ്കിൽ പോരായി നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തെ ഇനി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരണമോ എന്നുള്ള ഒരു പ്രശ്നം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും മറ്റൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ അതിജീവിക്കാൻ. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. 2 സീറ്റ് അധികം ചോദിച്ച ലീഗ് മറ്റൊരു ഭാഗത്തുണ്ട്. ഇങ്ങനെ ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇതിനകത്തുള്ള കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ പരിഹരിച്ച് ഈ ഒരു സമ്മിറ്റ് എങ്ങനെ അവസാനിക്കും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. അതേസമയം തന്നെ ഇന്ന് മിഷൻ 26 ഇന്ന് അവതരിപ്പിക്കും. അത് VD സതീശന്റെ അവതരിപ്പിക്കുക. അതിലുള്ള ചർച്ചകളും ഇന്ന് നടക്കും. ഭദ്ര.